Bharat Mata, everyone on. Let's say it together. Bharat, everyone on. Bharat Mata ki. Bharat Mata ki. Vande. Vande. See. Rajiv Desai won't say it. Rajiv Desai won't say it. Did you see Rajiv Desai won't say it, Sanju? Well, I am questioning it. I am questioning it. Deal with it. Deal with it. You sounding demented. Say Bharat Mata ki jai. Say Bharat Mata ki jai. You're demented. Say, Congressman, say Bharat Mata ki jai. Whole thing to anybody here, and they'll all say you're the. I'm demented asking guy. you. Everybody knows you're You demented. pseudo-secularist, intellectual frauds. ഇവനെ പോലത്തെ ഒരു ചാണകവാണം എന്ന് പറയാൻ പറ്റും അല്ലേ? ഒരു ചാനലിൽ വിളിച്ചിരുത്തിട്ട് ഭാരത് മാതാ കി ജയ് വിളിച്ചിട്ടില്ലെങ്കിൽ അതോടുകൂടി അയാൾ സ്യൂഡോ നാഷണലിസ്റ്റ് ആവും, അല്ലെങ്കിൽ എന്താ പറയുക ഇന്റലക്ച്വൽ ഫ്രോഡായി മാറും. ഇതൊക്കെ എങ്ങനെയാണ്? ഇവനെ പോലത്തെ ഗോദി മീഡിയനെ താങ്ങി വണങ്ങി നടക്കുന്ന ജീവികളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഇല്ലാത്ത നാഷണലിസവും പാട്രിയോട്ടിസവും പറഞ്ഞു നടക്കുന്നത്. ഈ നാട്ടിലെ എല്ലാവരും പാട്രിയോട്ടിക് ആയിരിക്കും, നാഷണലിസ്റ്റ് ആയിക്കോളണമെന്നില്ല. പൊന്നു ചാണകമേ, നിനക്ക് കിട്ടുന്ന ചാണക ഫണ്ടെന്ന് നീ നക്കി തുടച്ച് ജീവിക്കുന്നത് കൊണ്ട് നീ അത് പറയും, നീ എന്ത് വേണമെങ്കിലും പറയും. അതല്ല, ഈ ഭാരത് മാതാ കി ജയ് വിളിച്ചാൽ മാത്രമേ അയാൾ നാഷണലിസ്റ്റ് ആവുകയുള്ളൂ അല്ലെങ്കിൽ പാട്രിയോട്ടിക് ആവുകയുള്ളൂ എന്ന് ആരെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഭാരത് മാതാ കി ജയ്യോ അല്ലെങ്കിൽ വന്ദേ മാതരമോ ഇതൊന്നും നമ്മൾ എവിടെയും കുത്തിക്കുറച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പാട്രിയോട്ടിസത്തിൻ്റെ ബെഞ്ച് മാർക്കൊന്നുമല്ല. ആ ഒരു സാമാന്യ ബോധം നിനക്കില്ല. നിനക്ക് അവിടെ ഗോദി മീഡിയ പരത്തണമെങ്കിൽ, ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നീ പൊക്കി നടത്തുന്ന രാഷ്ട്രീയം മാത്രമാണ് ശരി എന്ന് പറയണമെങ്കിൽ നിനക്കിതൊക്കെ പറയാം. എന്നിട്ട് നീ അവിടെ വന്ന് അത്രയും സീനിയർ ആയിട്ടുള്ള നിന്റെ ചാണകം മാത്രം തലയിലുള്ള ചാണകം മാത്രം ഛർദ്ദിച്ച് തുപ്പി ജീവിക്കുന്ന നീ ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആരാ മോനെ? കുറെ BJP ഫണ്ട് കിട്ടുന്നുണ്ട്, BJPയുടെ അജണ്ട പ്രൊപ്പഗണ്ട നടത്താൻ വേണ്ടി നടത്തുന്ന ഒരു വെറും ചാണക ചാനലായിട്ട് റിപ്പബ്ലിക് ചാനൽ മാറിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും പറയാം. പിന്നെ ആ ചാണക ചാനൽ വെച്ചിട്ട് നീ എന്ത് ചെയ്യാനാ? നീ എന്തവിടെ ഒലത്തും? ഇമാതിരി ഓരോ വാണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയ എത്ര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. എത്ര ഫണ്ട് വേണമെങ്കിലും അവർ ഇറക്കി കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഇനി ഇതൊക്കെ പോട്ടെ, ഇതിനെ കോപ്പി അടിച്ച് നമ്മുടെ നാട്ടിലെ മലം ചാനൽ ഇന്നലെ ഒരു സംഭവം നടത്തിയിരുന്നു, ഒരു ഡിബേറ്റ് നടത്തിയിരുന്നു. ആ ഡിബേറ്റിൽ വന്നതാണ് മറ്റൊരു ചാണകമായിട്ടുള്ള നുസ്രത് ജഹാൻ. വെറുതെ എവിടെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് കോപ്പി അടിച്ച് ആള് സ്വന്തം മെയിൻ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈം ലൈറ്റിലോട്ട് വരാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഐറ്റം, ഒരു ചാണക സംഗിണി. ആ സംഗിണിന്റെ പോർഷൻ ഒന്ന് കിട്ടും പേരെ കൊണ്ടുപോയി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അനിൽജി. മൗലവി പത്ര പറഞ്ഞല്ലോ രാജ്യമാണ് മുഖ്യം എല്ലാം പറയും. അല്ല, ഒരു ചോദ്യം അതിന് ഉത്തരം പറയാം. ചോദ്യം ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം. മൗലവിക്ക് പിറന്ന മണ്ണാണ് ഏറ്റവും എന്നുണ്ടെങ്കിൽ നമ്മളെ സ്ലോഗൻ ഭാരത് മാതാ കി ജയ് പറയോ അന്നാ ഞാൻ വിശ്വസിക്ക. കാരണം ഒരു ശക്തനായ ഇപ്പൊ പറയുന്ന ഇസ്ലാമിക ഞാൻ വിളിക്കാലോ, എന്താ വിഷയം? ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ് തെറ്റി. ഭാരത് മാതാ കി ജയ് ആർക്കും വിളിക്കാം, ആരും വിളിക്കും. പക്ഷേ വിളിക്കുന്നവരുടെ എണ്ണം കുറവാണ് ശ്രീ മൗലവി. ആരും വിളിക്കുന്നവരുടെ എണ്ണം കുറവാണ് ശ്രീ മൗലവി. പോലെയുള്ളവരുടെ അറിവില്ലായ്മയാണ് ഇതിന് കാരണം. ഒരു അറിവില്ലായ്മയല്ല അത് കാരണം. ഞാൻ പറയാ, അല്ല നിങ്ങൾ പറഞ്ഞ ഇതിന്റെ ഉത്തരം ഞാൻ തരാം. ഒരു ഏത് ഭാരതീയനായ മുസൽമാനും എന്തായാലും ഇതിനെ പോലത്തെ ഐറ്റംസിനൊക്കെ ഇവിടുത്തെ പടച്ചു വിടുന്നോ തമ്പുരാന്? അർണബിന്റെ അതേ സാധനം അല്ലെങ്കിൽ ആ പറഞ്ഞ ഗോസാമന്റെ അതേ സാധനം അതുപോലെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ലൈം ലൈറ്റിൽ അല്ലെങ്കിൽ ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചാണ് മൗലവി അടിച്ച് അണ്ണാക്കിലേക്ക് കട്ടുകൊടുത്തത്. അർണബ് ഛർദ്ദിച്ച് അതുപോലെ എടുത്ത് നക്കി തുറച്ച് നുസ്രത് ജഹാൻ ഇവിടെ വന്നൊന്ന് ഛർദ്ദിച്ച് നോക്കിയാൽ തിരിച്ച് ഛർദ്ദി, അതായത് പുറത്തോട്ട് വന്ന തിരിച്ച് വായിലോട്ട് കയറ്റി കൊടുത്തൊരവസ്ഥ. ഏതായാലും മൗലവി പൊളിച്ചിട്ടുണ്ട്. ഇത്ര ബോധവും വിവരമൊക്കെ ഉള്ളൂ ഈ സാധനങ്ങൾക്കൊക്കെ, ഈ സംഘടനകൾക്കൊക്കെ ഇത്ര ബോധം വിവരമുള്ളൂ. ഒരു ബോധമില്ല. എവിടെന്നെങ്കിലും എന്തെങ്കിലും കോട്ട എഴുതി വെക്കും, അത് അതുപോലെ വന്നിട്ട് മലം ചാനലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പുറത്തിരിക്കുന്നതും നമ്മുടെ മലംജിയാണ്, ഇപ്പുറത്തിരിക്കുന്നത് മറ്റൊരു ചാണകജി ആയിരിക്കും, അതിൻ്റെ അപ്പുറത്ത് വല്ല എച്ചിൽ ജീകളായിരിക്കും. ഈ എച്ചിൽ ജീകളും മലം ജീകളും ചാണക ജീകളും എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വേറൊരു നടുവ് കൊണ്ടിരുത്തും. ഈ 4 ഭാഗത്തുനിന്ന് ഈ മൊത്തം ചാണകവും ഛർദ്ദി അയാളെ മേലോട്ടിടും, അയാൾ വിടും. ഇതാണ് നടക്കാറ്. പക്ഷേ ഇപ്രാവശ്യം മൗലവിക്ക് നിന്നു കൊടുത്തില്ല, മൗലവി വിളിച്ചു കൊടുത്തു അങ്ങോട്ട്.
ഈ പറഞ്ഞ ഭാരത് മാതാ കി ജയും അല്ലെങ്കിൽ വന്ദേ ഭാരതും ഒന്നുമല്ല നമ്മുടെ നാട്ടിലെ ഒഫീഷ്യൽ സ്ലോഗൻസ് അല്ല പാട്രിയോട്ടിസം പുറത്തോട്ട് കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ രാജ്യസ്നേഹം പുറത്ത് കാണിക്കാനുള്ള. ഈ രാജ്യത്ത് ഇതൊന്നും വിളിക്കാണ്ട് സ്വാതന്ത്ര്യ സമരത്തിലും പോരാടി മരിച്ച 100 കണക്കിൽ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളൊക്കെ ഇതൊക്കെ വിളിച്ചിട്ടല്ല രാജ്യത്തിനോടുള്ള സ്നേഹം കാണിക്കുന്നത്. ആ ഒരു സ്യൂഡോ എന്താ പറയുക മെന്റാലിറ്റി ഉണ്ടല്ലോ, നിങ്ങളെ ഈ നാഷണലിസ്റ്റ് എന്നും പറഞ്ഞ് നടക്കുന്ന ഈ വാണങ്ങളുടെ സ്യൂഡോ മെന്റാലിറ്റി ഉണ്ടല്ലോ, അത് ആദ്യം മാറ്റണം. ആ മെന്റാലിറ്റി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മനുഷ്യന്മാരോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ വെറും സ്യൂഡോ നാഷണലിസ്റ്റാണ് നിങ്ങളൊക്കെ, അതല്ലെങ്കിൽ നിങ്ങളൊക്കെ വെറും സ്യൂഡോ പാട്രിയോട്ടിക്കാണ് നിങ്ങളൊക്കെ. ഒരൊറ്റ ഒന്നിന് രാജ്യത്തിനോടല്ല സ്നേഹം, കിമ്പളം പൈസ കിട്ടണം, അത് കിട്ടാൻ വേണ്ടി എന്ത് ചെറ്റത്തരം വിളിച്ചു പറയും, എന്ത് ചെറ്റ പരിപാടിക്ക് നിൽക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിനെ നമ്മളിപ്പം നമ്മുടെ ചാനലിൻ്റെ തുടക്കം മുതൽ ഇന്ന് കണ്ടത്. ഈ വാണങ്ങളുടെ ഈ ഒരു തിങ്കിങ് ഒക്കെ മാറ്റി രാജ്യസ്നേഹം കൊണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഈ മതസ്പർദ്ധ വളർത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മതേതരത്വം കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഈ നാടിന് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. 10 കൊല്ലം മുമ്പ് വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പോയിരുന്നത്. ഇടയ്ക്ക് അവിടെയും ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ചാനലിൽ വന്നിരുന്ന് ഭാരത് മാതാ കി ജയ് വിളിച്ചിട്ടില്ലെങ്കിൽ അവൻ വെറും ഇൻ്റലക്ച്വൽ ഫ്രോഡുകളായി മാറും, അല്ലെങ്കിൽ സ്യൂഡോ പാട്രിയോട്ടിക്കായി മാറും. എന്ത് വിവരമില്ലാത്ത മാധ്യമ ധർമ്മ ഇവിടെ കൊണ്ടു നടത്തുന്നവർ. വേറെ പല ഫേക്ക് ന്യൂസും അതും ഇതും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ മതവും കുത്തിക്കയറ്റി, അതല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണയിൽ കൂടെ പോകുന്ന പല ബെഞ്ച് മാർക്കുകൾ കുത്തിക്കയറ്റുന്ന ഒരു കൂട്ടം വൃത്തികെട്ട ജീവികൾ, ജന്തുക്കൾ എന്ന് വേണമെങ്കിൽ ഇവരൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ല അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഇപ്പം തിരുത്തിക്കോ, കമൻറ്റിൽ വന്ന് തിരുത്തും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ.